വീണ്ടും നമ്മുടെ പിള്ളേരുമായിട്ടൊരു യാത്രയാണ്. ഇത്തവണ പോകുന്നത് രണ്ടുപേർക്കും കുറച്ച് സർപ്രൈസ് കൊടുത്തുകൊണ്ടാണ് കേട്ടോ. വീഡിയോ എടുക്കുന്നത് നമ്മുടെ അനുജ മോളാണ്, അനുജ അനു. യെസ്, അപ്പോൾ അമ്മുക്കിളീനെ അപ്പുക്കിളീൻ്റെ ഒക്കെ പിന്നാലെ ഞങ്ങൾ വെച്ച് പിടിക്കുന്നത് ഈ ക്യാമ്പിഫൈ കൊച്ചി അഥവാ കയാക്കിഫൈ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ്. നമ്മുടെ കുമ്പളങ്ങിയിൽ അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അടുത്തൊരു സ്ഥലമൊക്കെ കാണാൻ പോകുന്നു എന്ന് പറയുമ്പോൾ യു ക്യാൻ ഇമാജിൻ ഓക്കെ മേ ബി ദ നെക്സ്റ്റ് ക്യാമ്പ് ഇസ് കമ്മിങ് അപ്പ്. ഡേറ്റും കാര്യങ്ങളും ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്ന് കേട്ടപ്പോൾ പോയിട്ടൊന്ന് കാണണം തോന്നി. അധികം വൈകാതെ നമുക്ക് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ക്യാമ്പ് നടക്കുന്ന സമയത്തോടനുബന്ധിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ഉള്ള റൂംസൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് ഇത് നമ്മുടെ കണ്ണങ്ങാട്ട് പാലത്തിൻ്റെ അടുത്ത് വന്നിട്ടുള്ള കുറേ ഫുഡ് സ്റ്റോൾസ് ആണ്. മുമ്പ് നമ്മുടെ കോപ്റ്റിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു, അതായത് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുന്ന ഈ പാലത്തിൻ്റെ എൻഡിങ് എത്തുന്ന സ്ഥലത്തായിരുന്നു കുറേ ഫുഡ് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ സ്റ്റാർബക്സ് ഒക്കെ ഉള്ള സ്ഥലത്ത്. ഇതിപ്പം കുറച്ചായിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ഒരുപാട് റീൽസിൽ ഈ സ്ഥലം കണ്ടിട്ട് വരണം എന്ന് വിചാരിച്ചിരുന്നു. ഇപ്പോഴാണ് അതിനുള്ളൊരു സമയം ഒത്തുചേർന്ന് വന്നത്. അപ്പോൾ കൂട്ടത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ട രണ്ടുപേരും കൂടെ ഉള്ളത് കൊണ്ട് ഐ ആം എൻജോയിങ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. അപ്പം ഞാനിവിടെ വരാനായിട്ടുള്ളൊരു മെയിൻ റീസൺ റഹുവിൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനമാണ്. ഇവിടെ ഒരു പഫ് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു പഫ്സ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി കഴിഞ്ഞ ദിവസം സക്കു വന്നപ്പോഴും ഇവിടെ പോയി, പക്ഷേ പഫ്സ് അപ്പം ആ സമയത്ത് തീർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്നത് കറക്റ്റ് ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ചിക്കൻ ചീസ് പഫ് കിട്ടി. എഗ് പഫ് ഇനി ഒരു തവണയും കൂടെ ഒന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ പിള്ളേരുടെ സന്തോഷമല്ലേ എൻ്റെ സന്തോഷം. അപ്പോൾ ഈ ഇരിക്കുന്ന മുതലുണ്ടല്ലോ, ഇവളുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ചാട്ടെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കൊടുത്താലും ഇവളത് കഴിക്കുമായിരിക്കും. അത്ര ഇഷ്ടമാണ് ഈ കുട്ടിക്ക് ചാട്ട്. അത് എന്ത് ചാട്ടായാലും, സമൂസ ചാട്ടോ പാനിപൂരിയോ ബേൽപൂരിയോ സേവ് പൂരിയോ എന്തായാലും കുഴപ്പമില്ല. ഇവൾ കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ചാട്ട് സെൻറ്ററിലായിരുന്നു എന്ന് തോന്നുന്നു. എനിവേസ്, അപ്പം നമുക്കും ഇഷ്ടമാണ് കേട്ടോ ചാട്ട്. അപ്പം ഞങ്ങൾ പൊതുവേ കഴിക്കാറുള്ളത് നമ്മുടെ കടവന്ത്രയിലെ തഹിലിയാനി ചാട്ടിൽ നിന്നുമാണ്. അപ്പോൾ ഇത്തവണ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി നല്ല ചാട്ടായിരുന്നു. ഈ പിള്ളേരെ എനിക്കിനി എത്രത്തോളം നാൾ കൂടെ കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇവരെ എത്ര മിസ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഭയങ്കര ക്ലൂലെസ് ആയിട്ടുള്ളൊരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവരുമൊത്തുള്ള ഓരോ മൊമെൻറ്റ്സും ഞാനിപ്പോൾ ചെറിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എൻ്റെ ഹാർട്ടിനോട് വളരെ ക്ലോസ് ആക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്.